പടി കയറാൻ വയ്യ. അപേക്ഷയുമായി അഭിഭാഷകൻ. ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായ കേസിന്റെ വിചാരണ നടത്തി. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നിർത്തിവെച്ച് കോടതി. ശ്രീറാമിന്റെ അഭിഭാഷകൻ രാമൻപിള്ളയുടെ അപേക്ഷ പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നായിരുന്നു ആവശ്യം. രണ്ടാം നിലയിലുള്ള കോടതിയിലേക്കുള്ള പടവുകൾ കയറാൻ സാധിക്കില്ലെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെയാണ് വിചാരണ നിർത്തിവെച്ചത്. താഴത്തെ നിലയിലുള്ള ഏതെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് കേസ് മാറ്റണമെന്നും അപേക്ഷയിൽ ആവശ്യപ്പെട്ടു. KM ബഷീർ കൊല്ലപ്പെട്ട് 5 വർഷങ്ങൾക്ക് ശേഷം ഇന്നു മുതലാണ് കേസിന്റെ വിചാരണ ആരംഭിക്കാനിരുന്നത്. 2 ഘട്ടങ്ങളായി വിചാരണ പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. ഒന്ന്, തിരുവനന്തപുരം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് ശ്രീറാമിന്റെ അഭിഭാഷകൻ രാമൻപിള്ള അപേക്ഷ സമർപ്പിച്ചത്. രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കോടതിയിൽ പടവുകൾ കയറിയെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കേസ് താഴത്തെ നിലയിലെ മറ്റേതെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. അപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി വിചാരണ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. തീയതി നിശ്ചയിച്ച സാക്ഷികൾക്ക് സമൻസ് അയച്ചതെല്ലാം മരവിപ്പിക്കുകയും ചെയ്തു. ഇനി പുതിയ കോടതിയാണ് വിചാരണ ഇന്ന് തുടങ്ങുമെന്ന് തീരുമാനിക്കുക. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിക്കാണ് പ്രതി ഓടിച്ചിരുന്ന കാറിടിച്ച് KM ബഷീർ കൊല്ലപ്പെടുന്നത്. കേസിൽ ഇതിനു മുമ്പ് കുറ്റപത്രം വായിക്കുന്നതും ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾ കാരണമാണ് ശ്രീറാമിന് എത്തിച്ചേരാൻ സാധിക്കാത്തതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു.